ചായ തിളയ്ക്കുന്ന സമയം പോലും വേണ്ട ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ. അത്തരത്തിലൊരു ഈസി റെസിപ്പി നോക്കിയാലോ ഇന്ന്. കുട്ടിപ്പട്ടാളത്തിൽ പിടിച്ചു നിർത്താൻ നമ്മളിന്ന് പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലാണ് ഞാൻ പപ്പടം സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല. അത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പപ്പടം പോകത്തില്ല. നമ്മളിത് ഈ പപ്പടത്തിൽ ഒത്തിരി പൊടിയുണ്ട്, നമ്മളിങ്ങനെ തട്ടിക്കളയണം. ഇല്ലെങ്കിൽ അത് എണ്ണയിലിങ്ങനെ കിടന്നിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം പപ്പടം പെട്ടെന്ന് പൊള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ഒരുമാതിരി ഇങ്ങനെ മുഴുവനായിട്ട് പൊള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൂരി പോലെ ആ ഒരു സൈസിലാവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കുത്തിട്ട് കൊടുക്കാം. നമുക്ക് ആ പപ്പടത്തിന് സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ കുത്തിട്ട് കൊടുക്കാം. അപ്പോഴത്തേനും പെട്ടെന്ന് ഒരുപാട് പൊള്ളി പോകത്തില്ല. അതിനുശേഷം നമുക്കത് ഇങ്ങനെ ഈ സമോസ പോലെ അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പിലിങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് നല്ല പച്ചയിറക്കിലോ അല്ലെങ്കിൽ നല്ല സ്റ്റിക്കോ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുത്തിയെടുക്കാം. നല്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. പെട്ടെന്ന് ഇതേപോലെ എല്ലാ പീസുകളും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും പപ്പടം അധികം ഒരുപാട് കട്ടിയൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ ഷേപ്പിൽ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു സ്റ്റഫിങ് മാത്രം റെഡിയാക്കി എടുക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. ഇനി നമ്മൾ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ്ചർ അല്ലെങ്കിൽ മിക്സ്ചർ അത് മതി, നോർമൽ അതാണ്, അത് നമ്മളെടുക്കാം. അതിനുശേഷം നമ്മൾ സവാള, ഒരു ചെറിയ സവാള ഞാൻ ചോപ്പ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും. എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ദെൻ നമുക്ക് ഈ പപ്പടം ഇങ്ങനെ പൊരിച്ചിട്ടെടുക്കാം. നോർമലി സാധാരണ നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുന്ന പോലെ എല്ലാ വശവും നന്നായിട്ട് ആ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചിട്ട് കോരിയെടുക്കുക. നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ ഒരു ഈർക്കിൽ വെച്ച് കുത്തിയെടുക്കുന്നത്. ഇതുപോലെ എല്ലാ പപ്പടവും പൊരിച്ച് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ പൊള്ളിപ്പോകുന്ന ഭാഗങ്ങളും കാണും. ഫുള്ളായിട്ട് ഇങ്ങനെ പൊള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കുത്തിട്ട് കൊടുത്തത്. ഇനി നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡിയായി. വൈകുന്നേരം സമയത്ത് സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ പെട്ടെന്ന് ചടപടിയെന്ന് കഴിച്ച് തീർക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. മിക്സ്ചറുമാണ്, ബേക്കറി ഐറ്റം ആണല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികളെ ഇഷ്ടപ്പെടും. അത്ര ഹെൽത്തിയൊന്നുമല്ല, എന്നാലും കുട്ടികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു അടിപൊളി ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ.